ഓ, അപ്പൊ ഇത് റോസിയുടെ വരട്ടല്ലായിരുന്നു. അല്ല സാറേ, ഇത് മഹേന്ദ്രവർമ്മയുടെ ഗുണ്ടകളാ. ആ, ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്നാ തുടങ്ങിക്കോ. നമുക്ക് കാണാം. ഈ സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ വേണോ? എന്താ? പേടിയുള്ളത് കൊണ്ടല്ല, ധൈര്യമില്ലാഞ്ഞിട്ട്. തുടങ്ങി. ഞാൻ സഹായിക്കണോ? വേണ്ട, ഇത് ഞാൻ നോക്കിക്കോളാം. വല്ലതും പറ്റിയോ സാറേ? ഹേയ്, സാരമില്ല. ആ, അല്ല, എവിടെ ആയിരുന്നു രണ്ടാളും? ഒന്ന് മയങ്ങിപ്പോയതാ. ഓ, ഛേ, നമുക്കൊന്ന് സഹായിക്കാമായിരുന്നു. ഇനി ഒരു അവസരം വരട്ടെ. കാലക്ക് എന്നാ വെടിക്കെട്ട് പോലുള്ള ഇടിയാ. അവന്മാരുടെ ചങ്ക് കലങ്ങി കാണും. അപ്പോ തൂലിക പടവാളാക്കാൻ മാത്രമല്ല, പടവാളില്ലാതെ പയറ്റാനും അറിയാം ജേർണലിസ്റ്റിന്. ആ, അല്ല, ചോദിക്കാൻ മറന്നുപോയി, ആരാ അവരൊക്കെ? തീർത്തുകേട്ട ഗുണ്ടകളല്ലേ? എന്താടോ ഉണ്ടകളെ തലയും കുറിച്ച് നിൽക്കുന്നേ? അഞ്ചാമനെവിടെ? ചത്തോ? ഹ. എന്താ നാവിറങ്ങിപ്പോയോ? ഈ പരുവത്തിലാക്കാൻ അവനാരാ? ഫയൽമാനോ അതോ മിസ്റ്റർ കേരളയോ? വക്കീല് പറഞ്ഞ ആള് തന്നെയാ ബാലഗോപാലൻ. അതറിയാടോ എനിക്ക്. ആ ഈശ്വരവർമ്മ അയച്ചത് അവനെ അവകാശം സ്ഥാപിക്കാൻ. അല്ലാതെ എങ്ങാണ്ടും ഒരുത്തൻ ഇളവന്നൂർ കൊട്ടാരത്തിൽ വന്ന് അന്തി ഉറങ്ങേണ്ട കാര്യമില്ലല്ലോ. ഈ ഹോട്ടൽ കെട്ടാൻ വരുന്ന ഒബ്രോയ് ഗ്രൂപ്പുകാരോട് നമ്മൾ എന്ത് സമാധാനം പറയും? മൂക്ക് മുട്ടത്തുനിന്ന് നെഞ്ചും വിരിച്ച് നടക്കുന്നു എന്നെ പറയിപ്പിക്കാൻ. മറ്റെന്തെങ്കിലും ഒരു മാർഗം? ആരൊരു പുല്ലും ചെയ്യണ്ട. തൽക്കാലം ഈ കളി ഞാൻ കളിക്കാം. മുണ്ടും മടക്കി കുത്തി ഇറങ്ങിക്കോളാം ഞാൻ. ആ കിഴവൻ ഈശ്വരവർമ്മയുടെയും മകളുടെയും തിരുമുറ്റത്തേക്ക്. ഇനി എന്റെ കച്ചേരി കഴിഞ്ഞു മതി പാട്ടും പഠിപ്പിക്കലും ഒക്കെ. പൊന്നുമക്കൾ സ്ഥലം വിട്ടോ, സ്ഥലം വിട്ടോ. എവിടാടി എന്റെ അളിയനും പെങ്ങളും ഒക്കെ? വിളിക്കവരെ, വിളിക്കുമോളെ.
മഹേന്ദ്രൻ എന്താ പതിവില്ലാതെ? ആ അളിയന്റെയും പെങ്ങളുടെയും സുഖവിവരം ഇറങ്ങിട്ട് പോകാമെന്ന് കരുതി. ഇളവന്നൂർ കൊട്ടാരം സ്ത്രീധനമായി ഉറപ്പിച്ചിട്ടാണോ താൻ ഇവളെ ആ ചെറ്റയ്ക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ പിന്നെ അക്ഷരം എഴുതി ജീവിക്കുന്നവൻ ആ കൊട്ടാരത്തിലെത്താ കാര്യം. മഹേന്ദ്ര സൂക്ഷിച്ച് സംസാരിക്കണം. ആഹാ, എന്താ പുന്നാര പെങ്ങളുടെ ഉണ്ടായിരുന്നോ? എന്നാ കേട്ടോ, ഇളവന്നൂർ കൊട്ടാരത്തിന്റെ എല്ലാ പ്രമാണങ്ങളും ഇപ്പൊ എന്റെ പേരില. ആ രേഖകൾ മുഴുവൻ കൃത്രിമമാണെന്നോ വ്യാജമാണെന്നോ ഒക്കെ പെങ്ങള് പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓഹരി ഇനത്തിൽ വല്ല നക്കാപ്പിച്ചയ്ക്കും വേണ്ടിയാണെങ്കിൽ ക്ഷമിക്കണം, കിട്ടൂല. ബോംബെ ലോബിക്ക് ഹോട്ടലിൽ തുടങ്ങാൻ ഞാൻ ആ കൊട്ടാരം വിറ്റു. ഇല്ല മഹേന്ദ്ര, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഇറക്കി വിട്ടതും അധിക്ഷേപിച്ചതും ഒന്നും മറന്നിട്ടില്ല ഞങ്ങള്. സത്യം എന്നായാലും പുറത്തു വരും. എന്റെ ഭാര്യയ്ക്കും മോക്കും ആ കൊട്ടാരത്തിലുള്ള അവകാശം അത് നിനക്ക് തീരെഴുത്തരുന്ന പ്രശ്നമില്ല. ഓഹോ, അപ്പൊ അതിനുവേണ്ടിയാണ് ഭാവി മരുമകനെ രക്ഷകന്റെ വേഷത്തിൽ അങ്ങോട്ട് അയച്ചത്. അവനൊരു റാസ്കലാ കേട്ടോ. എന്റെ പിള്ളേരവനൊന്ന് ഞൊട്ടി. സാരമില്ല, നല്ല ചൂടോടെ നാലെണ്ണം അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. എടി പെണ്ണേ, നിന്റെ സമയം വരുന്നതേ ഉള്ളൂ. ഓർത്തോ, ആ ജീവനാന്തം വിധവയായി കണ്ണീര് കുടിച്ച് കഴിയാനാ നിന്റെ വിധി. മഹേന്ദ്ര, അതേളിയ, ഒന്ന് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത്. ഇളവന്നൂർക്ക് പോയ സ്ഥിതിക്ക് അതൊരു ഉല്ലാസയാത്രയാക്കി മാറ്റി കാടും മലയും ഒക്കെ കണ്ട് തിരിച്ചു വരാൻ പറ അവനോട്. അതല്ല, ഇളവന്നൂർ കൊട്ടാരം തിരിച്ചെടുത്തേ അടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിരിക്കില്ല മഹേന്ദ്രൻ. രാഖി രാമാന അവനെ കൊത്തി അരിഞ്ഞ് ഇളവന്നൂർ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയും. പെറുക്കിയെടുക്കാൻ അസ്ഥികൾ പോലും ബാക്കി ഉണ്ടാവില്ല. പിന്നെ വലിയ പഠിപ്പുള്ളവളല്ലേ, പറഞ്ഞു കൊടുക്കുമോളെ പച്ച മലയാളത്തിൽ. ഹലോ ബാലു, ഞാൻ ഈശ്വരവർമ്മയാ. എന്താ താനൊന്നും മിണ്ടാത്തെ? മഹേന്ദ്രൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് താൻ ഇനി അവിടെ നിന്നാൽ ബാക്കി വെച്ചേക്കില്ലെന്ന ഭീഷണി. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് എന്തിനാണോ ആ സ്വത്തും കൊട്ടാരമൊക്കെ? താൻ ഇന്ന് തന്നെ തിരിച്ചു വരണം. വർമാജി, വന്ന കാര്യം നിറവേറ്റാതെ അത് ശരിയല്ല. എന്നാ താനിനൊന്നും പറയണ്ട. ജലപാനം ഇല്ലാതെ ഒരാൾ ഇവിടെ കരഞ്ഞു നിൽപ്പുണ്ട്, അവൾക്ക് കൊടുക്കാം. ബാലുവേട്ടൻ ഒന്നും പറയണ്ട, ഇങ്ങ് വന്നാ മതി. താൻ വെറുതെ വിഷമിക്കാതോ, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. വേണ്ട, എന്നോടൊന്നും വിളിക്കണ്ട. അവിടെ എന്തോ കുഴപ്പമുണ്ട്. ബാലുവേട്ടന്റെ ജീവൻ അപകടത്തില. എടോ പ്ലീസ്, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇല്ല, എനിക്ക് ബാലുവേട്ടനെ കാണണം. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും, ഇളവന്നൂർക്ക്. അഞ്ജലി, വേണ്ട, ഇനി ഒന്നും കേൾക്കണ്ട. ഞങ്ങൾ പുറപ്പെടുക. ഹലോ ഹലോ